വിദ്വേഷ പ്രചാരകർക്ക് താക്കീത് മാത്രം പോരാ. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. മുസ്ലിം ഹോട്ടലുകളിലെ ഭക്ഷണത്തില് തുപ്പുന്നു എന്ന് കേരളത്തില് സംഘപരിവാര് അഴിച്ചുവിട്ട വ്യാജ പ്രചാരണത്തെ അനുസ്മരിപ്പിക്കുന്ന വിദ്വേഷ പ്രചാരണമാണ് റൂഹ് അഫ്സക്കും ഹംദർദിനുമെതിരെ രാൻദേവ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് സർബത്ത് നൽകുന്ന ഒരു കമ്പനിയുണ്ട്, പക്ഷേ അതില് നിന്ന് സമ്പാദിക്കുന്ന പണം മദ്സകളും പള്ളികളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ലവ് ജിഹാദ് പോലെ ഇതും ഒരുതരം സർബത്ത് ജിഹാദ് തന്നെയാണ്. ഈ സർബത്ത് ജിഹാദില് നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിന് ഈ സന്ദേശം എല്ലാവരിലും എത്തണം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബാബ രാൻദേവ് എന്ന വിവാദ സന്യാസി നടത്തിയ ഈ പ്രസ്താവനക്കെതിരെ ഡൽഹി ഹൈക്കോടതി ഇന്നലെ രൂക്ഷമായ വിമർശമാണ് ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ സ്വന്തം കമ്പനിയായ പതഞ്ജലി റോസ് സർബത്ത് പുറത്തിറക്കുന്ന ചടങ്ങിലായിരുന്നു രാൻദേവിന്റെ വിവാദ പരാമർശം. അദ്ദേഹം ലക്ഷ്യമിട്ടത് ലോകത്തിലെ തന്നെ നമ്പർ 1 യുനാനി ബ്രാൻഡ് ആയ ഹംദർദിനെയായിരുന്നു. ജനപ്രിയ പാനീയമായ റൂഹ് അഫ്സയെ ഉന്നമിട്ടാണ് അദ്ദേഹം സർബത്ത് ജിഹാദ് എന്ന പരാമർശം നടത്തിയതെന്ന് സ്പഷ്ടമായിരുന്നു. പതഞ്ജലി പ്രൊഡക്ട്സ് എന്ന ഫേസ്ബുക്ക് പേജില് ബാബ രാൻദേവിന്റെ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു. വിവാദ പരാമർശത്തിനെതിരെ വ്യാപക വിമർശമാണുയർന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ഭോപ്പാലിലെ ഇട്ടി നഗർ പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ പരാതി നൽകി. കമ്പനിയുടെ ഉടമ മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് രാൻദേവ് സർബത്തിനെ എതിർക്കുന്നത്. വിദ്വേഷ പ്രസംഗമായി കണക്കാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് ഉചിതമായതും കർശനവുമായ നടപടി സ്വീകരിക്കണം എന്ന് അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഹംദർദ് കമ്പനിയും രാൻദേവിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. മുതിർന്ന അഭിഭാഷകന് മുകുൾ റോത്ഗിയാണ് ഹംദർദിനു വേണ്ടി ഹാജരായത്. വർഗീയ വിഭജനം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള വിദ്വേഷ പരാമർശമാണ് രാൻദേവ് നടത്തിയതെന്ന് അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ന്യായീകരണമില്ലാത്തതും മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണ് പരാമർശമെന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത്. രാൻദേവ് ആരുടെയും പേര് പറഞ്ഞില്ല എന്നുള്ള പതഞ്ജലിയുടെ അഭിഭാഷകന് രാജീവ് നായരുടെ മുട്ടുന്യായമൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. വീഡിയോ കണ്ട് സ്വന്തം കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാനായില്ലെന്ന് പറഞ്ഞ ജസ്റ്റിസ് അമിത് ബൻസല് വീഡിയോ പിൻവലിച്ച് ഭാവിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുന്ന സത്യവാങ്മൂലം നൽകാൻ അഭിഭാഷകനോട് നിരേശിക്കുകയും ചെയ്തു. കോടതി വടിയെടുത്തതോടെ എല്ലാം സമ്മതിച്ച് പിൻവാങ്ങുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ രാൻദേവിന്. ഹംദർദിനോട് പതഞ്ജലിക്കുള്ളത് കച്ചവട മത്സരമല്ല. ഹംദർദ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് 1906-ലാണ്. പതഞ്ജലിയാകട്ടെ 2006-ലും. ഒരു നൂറ്റാണ്ടിന്റെ വ്യത്യാസം. ഹംദർദിനോട് മത്സരിക്കാവുന്ന ഒന്നും രാൻദേവിന്റെ കയ്യിലില്ല. യോഗയെ മറയാക്കിയും സംഘപരിവാറിനോട് ഒട്ടിനിന്നും രാഷ്ട്രീയമായി ആർജിച്ച അധികാര സ്വാധീനം മാത്രമാണ് രാൻദേവിന്റെ ബിസിനസ് മുതൽമുടക്ക്. ഹംദർദ് ലോകോത്തര ബ്രാൻഡാണ്. അതിനോട് ചേർത്തുപറയാവുന്ന ഒരു ബ്രാൻഡ് നെയിം അല്ല പതഞ്ജലി. ഹൈന്ദവ ആത്മീയതയും ഹിന്ദുത്വ വർഗീയതയും സമാസമം ചേർത്തുള്ള വിപണി സൂത്രവാക്യമാണ് രാൻദേവിന്റേത്. ഹംദർദ് അത്തരത്തിൽ ഏതെങ്കിലും വഴിവിട്ട നീക്കങ്ങളിലൂടെ അടയാളപ്പെട്ട ബ്രാൻഡല്ല. പിന്നെന്തിനാണ് രാൻദേവ് ഹംദർദിനെതിരെ രംഗത്തുവന്നത്? ദിഗ്വിജയ് സിംഗ് ചൂണ്ടിക്കാട്ടിയതാണ് കാരണം. ഹംദർദിന്റെ ഉടമ മുസ്ലിമാണ്. മുസ്ലിം വിരുദ്ധമായ എന്തും ഏതും എളുപ്പം വിറ്റഴിക്കപ്പെടാവുന്ന തുറന്ന വിപണിയായി ഇന്ത്യ ഇതിനകം മാറിയെന്ന് സംഘപരിവാർ അവിധം രാജ്യത്തെ മാറ്റിത്തീർത്തുവെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നൊരാള് ബാബ രാൻദേവ് ആണ്. ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ ഈ ഹിന്ദുത്വ വിപണിയുടെ ഉത്പന്നം തന്നെയാണ് രാൻദേവ് എന്നും പറയാം. കച്ചവടത്തിൽ പോലും മതം കാണുന്നവരാണ് സംഘപരിവാര്. ഹിന്ദു ആഘോഷങ്ങൾക്ക് വേണ്ടി മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുന്ന, മുസ്ലിം കടകൾക്ക് മുന്നിൽ ഉടമസ്ഥതന്റെ പേര് പ്രസിദ്ധപ്പെടുത്തണം എന്ന് വാശി പിടിക്കുന്ന ഭ്രാന്തമായ ഉന്മാദാവസ്ഥയിലാണ് ഹിന്ദുത്വ ഫാസിസം വളർന്നെത്തിയിരിക്കുന്നത്. രാൻദേവ് പിൻപറ്റുന്നത് ആ രാഷ്ട്രീയത്തെയാണ്. അദ്ദേഹത്തെ നയിക്കുന്ന ഉന്മാദ മനോനിലയുടെ പ്രത്യയശാസ്ത്ര നാമം ഹിന്ദുത്വ എന്നുതന്നെയാണ്. മുസ്ലിം സർബത്തിനെ പരാജയപ്പെടുത്താന് ഹിന്ദുത്വ സർബത്ത് എന്ന് നേർക്കുനേര് പറയാനും മടിക്കുന്നതുകൊണ്ട് രാൻദേവ് മറ്റൊരു വാചകത്തില് അക്കാര്യം പറഞ്ഞൊപ്പിച്ചു. അവര് സർബത്ത് വിറ്റാല് പള്ളിയുണ്ടാക്കും, ഈ റോസ് സർബത്ത് വിറ്റു കിട്ടുന്ന പണമുപയോഗിച്ച് ഗുരുകുലമുണ്ടാക്കും. ഇങ്ങനെയാണ് രാൻദേവ് വീഡിയോയിൽ പറഞ്ഞത്. പരസ്യങ്ങളിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ചതിന് ഈ യോഗാചാര്യനെ സുപ്രീം കോടതി താക്കീത് ചെയ്തത് കഴിഞ്ഞ വർഷമാണ്. അന്ന് കൂപ്പുകൈകളോടെ പരമോന്നത കോടതിയിൽ മാപ്പ് പറഞ്ഞാണ് അദ്ദേഹവും പതഞ്ജലിയുടെ സഹസ്ഥാപകന് ആചാര്യ ബാലകൃഷ്ണയും ശിക്ഷാ നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടത്. നിങ്ങൾ അത്ര നിഷ്കളങ്കന് അല്ലെന്നാണ് ആ കേസിൽ സുപ്രീം കോടതി രാൻദേവിനോട് പറഞ്ഞത്. വിവാദങ്ങൾ സൃഷ്ടിച്ച് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനും പതഞ്ജലി ഉത്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനുമുള്ള രാൻദേവിന്റെ പരിഹാസ്യമായ ശ്രമമാണ് റൂഹ് അഫ്സക്കെതിരായ പരാമർശത്തിൽ തെളിയുന്നത്. അതൊരു മുസ്ലിം പ്രോഡക്റ്റ് അല്ല. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പള്ളികളിലേക്കും മദ്രസകളിലേക്കുമല്ല പോകുന്നത്. റൂഹ് അഫ്സ ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രവുമല്ല, ലോകവ്യാപകമായി സ്വീകാര്യതയുള്ള പാനീയമാണത്. എന്നിട്ടും ഇത്തരം വെളിവുകെട്ട പ്രചാരങ്ങൾ നടത്താൻ രാൻദേവിനെ പ്രേരിപ്പിക്കുന്നത് മാറ്റപ്പെട്ട ഇന്ത്യന് മനസ്സുകൾ തന്നെയാകണം.
മുസ്ലിം ഹോട്ടലുകളിലെ ഭക്ഷണത്തില് തുപ്പുന്നു എന്ന് കേരളത്തില് സംഘപരിവാര് അഴിച്ചുവിട്ട വ്യാജ പ്രചാരണത്തെ അനുസ്മരിപ്പിക്കുന്ന വിദ്വേഷ പ്രചാരണമാണ് റൂഹ് അഫ്സക്കും ഹംദർദിനുമെതിരെ രാൻദേവ് നടത്തിയിരിക്കുന്നത്. ഇത്തരം കേസുകളില് ശിക്ഷ താക്കീത് മാത്രമായി ഒതുങ്ങുന്നതാണ് രാൻദേവിനെ പോലുള്ളവർക്ക് വീണ്ടും വിദ്വേഷം വിളമ്പാന് ധൈര്യം പകരുന്നത്. മതസമൂഹങ്ങൾക്കിടയില് സ്പർദ്ധ വളർത്തുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനെതിരെ നിയമം അനുശാസിക്കുന്ന ഗുരുതര വകുപ്പുകള് തന്നെ ചുമത്തി ശിക്ഷ നൽകിയെങ്കിലേ ഇത്തരം വ്യാജപ്രചാരകരെ പിടിച്ചുകെട്ടാന് കഴിയൂ.